ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓൾറെഡി നമ്മൾ മറ്റൊരു മോഡൽ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 പാർട്ടായിട്ട്. അപ്പോൾ അത് കൂട്ടുകാർ പോയിട്ട് കാണുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മണി ഇൻ ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അപ്പോൾ നമുക്ക് അറിയാം, ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിലെ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മണി ഈസ് ആൻ 11 years old ബോയ്. മണി ഒരു 11 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. ഹി ക്വൈറ്റ് ക്യാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവനെ തന്നെ നോക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി, വളരെ ക്വൈറ്റായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി അവനക്കുണ്ട്. ഈസ് എ കൈൻഡ് ആൻഡ് കെയറിംഗ് ബോയ്. മാത്രമല്ല അവൻ വളരെയധികം കൈൻഡ് ആയിട്ടുള്ളതും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഹി ലവ്സ് ഹിസ് ഗ്രാനി വെരി മച്ച് ആൻഡ് ഓൾവേസ് വാണ്ട്സ് ടു ഹെൽപ്പ് ഹെർ ഡ്യൂറിങ് ദ ജേർണി ടു മസൂരി. അപ്പോൾ അവനക്ക് അവൻ്റെ ഗ്രാനിയെ വളരെയധികം ഇഷ്ടമാണ്, അവരെ ഹെൽപ്പ് ചെയ്യാനും വളരെയധികം ഇഷ്ടമാണ്. അവൻ എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് മസൂരിയിലേക്കുള്ള ജേർണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഷോസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ബൈ ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് ഹെർ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ നന്നായിട്ട് നയിക്കാനും ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അവൻ്റെ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈവൻ ദോ ഹീ ഈസ് യങ്, ഹി ബിഹേവ്സ് ഇൻ എ മെച്യൂർ വേ ആൻഡ് ലുക്സ് ആഫ്റ്റർ ഗ്രാനി വിത്ത് ലവ്. അപ്പോൾ ആക്ച്വലി അവൻ യങ്ങാണ്, 11 വയസ്സേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അവൻ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു. മാത്രമല്ല ഗ്രാനിയോടുള്ള സ്നേഹവും ഒക്കെ വളരെയധികം ഉള്ള കുട്ടിയായിരുന്നു. ഹി ഈസ് ഓൾസോ ചിയർഫുൾ ആൻഡ് ഫുൾ ഓഫ് എനർജി, എൻജോയിങ് സ്മോൾ തിങ്സ് ലൈക്ക് ഈറ്റിംഗ് ബ്ലാക്ക്ബെറീസ് ആൻഡ് സീയിങ് ന്യൂ പ്ലേസസ്. മാത്രമല്ല വളരെ സന്തോഷമുള്ള കുട്ടിയും വളരെ ഫുൾ എനർജി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അവനക്ക് ബ്ലാക്ക്ബെറീസും കാര്യങ്ങളൊക്കെ പുതിയ പ്ലേസിൽ പോയപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കഴിക്കാനൊക്കെ അവന് വളരെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഹിസ് ആക്ഷൻസ് ഷോസ് ദാറ്റ് ഹി വാസ് ബ്രോട്ട് അപ്പ് വെൽ ബൈ ഹിസ് ഗ്രാനി വിത്ത് ലവ്, കെയർ ആൻഡ് ഗുഡ് വാല്യൂസ്. മാത്രമല്ല അവൻ്റെ ഓരോ ആക്ഷൻസും അവൻ ഗ്രാനിയോടുള്ള ആ ഒരു എങ്ങനെയാണ് ഗ്രാനിയെ നോക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നുണ്ട് ആ പാഠഭാഗത്ത്. വളരെ സ്നേഹത്തോടു കൂടിയും വളരെ കെയറോടു കൂടിയും ഗുഡ് വാല്യൂസ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് നമ്മുടെ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മണിയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, മാത്രമല്ല മണിയെ കുറിച്ചിട്ടും ചിലപ്പം ഗ്രാനിയെ കുറിച്ചിട്ടും വരാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വരും, നിങ്ങൾ നന്നായിട്ട് ആ രണ്ടും പഠിച്ചു വെക്കുക. Second question, Manu in the story A Long Walk with Granny was deeply excited about his visit to Mussoorie and his grandmother. Imagine that after reaching home, he shares the encounter with eye specialist to his father. Prepare a possible conversation between them. അങ്ങനെ മനു എന്ന് പറയുന്നത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിലേതാണ്. അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു മസൂരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഐ സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഫാദറുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷനാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫാദർ, മണി ഹൗ വാസ് യുവർ ട്രിപ്പ് ടു മസൂരി വിത്ത് ഗ്രാനി. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, മണി എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാനിയുമായിട്ട് മസൂരിയിലേക്ക് പോയ യാത്ര. മണി, ഇറ്റ് വാസ് വണ്ടർഫുൾ അപ്പ, ഇത് വളരെ വണ്ടർഫുൾ ആയിരുന്നു. വി മെറ്റ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ദർ, ഞങ്ങളവിടെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടുമുട്ടി. വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ, ഫാദർ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. മണി, ഹി ചെക്ക്ഡ് ഗ്രാനീസ് ഐസ് കെയർഫുള്ളി ആൻഡ് സജസ്റ്റഡ് ന്യൂ ഗ്ലാസസ്. അവർ ഗ്രാനിയുടെ ഐയൊക്കെ കണ്ണൊക്കെ നന്നായിട്ട് പരിശോധിച്ചു, എന്നിട്ട് ന്യൂ ക്ലാസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാദർ, ദാറ്റ്സ് ഗുഡ് ന്യൂസ്. അത് നല്ല വാർത്തയാണല്ലോ. ഹൗ ഡിഡ് ഗ്രാനി ഫീൽ നൗ, ഇപ്പോൾ എങ്ങനെയാണ് ഗ്രാനിക്ക് ഫീൽ ചെയ്യുന്നത്. മണി, ഷി വാസ് സോ ഹാപ്പി. ഇപ്പോൾ ഗ്രാനി ഒന്നും കൂടെ ഹാപ്പിയാണ്. ഷി ക്യാൻ നൗ സീ ക്ലിയർലി ആൻഡ് എൻജോയ് ദ സീനറി. ഇപ്പോൾ അവർക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, സീനറീസൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫാദർ, ഐ ആം ഗ്ലാഡ് യു ബോത്ത് ഹാഡ് സച്ച് എ മെമ്മറബിൾ ടൈം. രണ്ടുപേരെടുത്തും ഞാൻ വളരെയധികം സന്തോഷം പറയുകയാണ് ഈ ഒരു മെമ്മറബിൾ ടൈം ഉണ്ടാക്കി തന്നതിന് എന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ഷോർട്ട് റിവ്യൂ ഓഫ് ലിറ്റിൽ തിങ്സ് മാറ്റർ ബൈ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ആ ഒരു പാഠഭാഗത്തിൻ്റെ ഷോർട്ട് റിവ്യൂ എഴുതാനാണ് പറയുന്നത്.
Little Things Matter by Dr. APJ Abdul Kalam is a thought-provoking and inspiring collection of reflection that highlights the significance of small acts, values and habits in shaping a meaningful life. അപ്പോൾ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള, പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരുപാട് ചിന്തകളാണ് അതിൽ നിന്ന് തരുന്നത്. മാത്രമല്ല ഒരു ഇൻസ്പയറിംഗ് കളക്ഷനാണ്, നമ്മളുടെ റിഫ്ലക്ഷനാണ്, ഒരുപാട് കാര്യങ്ങളുടെ സ്മോൾ ആക്ട്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണിതെന്ന് പറയാം. മാത്രമല്ല അതിലെന്താണ് ഒരുപാട് വാല്യൂസ്, ഹാബിറ്റ്സ്, നമ്മുടെ ലൈഫിനെ തന്നെ മീനിങ് ഫുൾ ലൈഫാക്കി മാറ്റുന്ന, അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതമാറ്റി മാറ്റുന്നതിനുള്ള വാല്യൂസും ആക്ഷൻസും ബാക്കിയെല്ലാം മോട്ടിവേഷൻസും എല്ലാം അതിലുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ conscious yet impactful read that leaves you more mindful, hopeful and inspired to contribute positively to the society. അപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്ഫുൾ, അതുപോലെ തന്നെ നമുക്കൊരു പ്രതീക്ഷ തരുന്നത്, ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, പോസിറ്റീവായിട്ട് സൊസൈറ്റിക്കൊക്കെ കിട്ടുന്ന ഒരുപാട് കോൺട്രിബ്യൂഷനൊക്കെ കുറിച്ചിട്ട് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എഡിറ്റിംഗ് ആണ്. എ ഡേ ലേറ്റർ there was dash in a bus again. Granny had a window seat and Money said her. He had new shoes and Granny had a new umbrella, and they had also brought a woolen thick Tibetan pullover for Money's father. ഇവിടെ എ ഡേ ലേറ്റർ there was in a bus again എന്നുള്ളതാണ്. അവിടെ എന്താണ് ഇത്, ദേ എന്നുള്ളിടത്ത് വാസ് എന്നല്ല വരിക, വേർ എന്നുള്ളതാണ് വരിക. കാരണം ദേ എന്നുള്ളത് എന്താണ്, പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ വാസ് എന്ന് വരില്ല, വേർ എന്ന് വരണം. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. അവിടെ എന്താണ്, സാറ്റ് സൈഡ് എന്നാണ്, അവിടെ സാറ്റ് സൈഡ് അല്ല, സാറ്റ് ബിസൈഡ് എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ, ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബ്രോട്ട് എ വൂളൻ എന്നുള്ളതാണ് അല്ലേ. അവിടെ ബ്രോട്ട് എന്നല്ല വരേണ്ടത്, ബോട്ട് എന്നാണ് വരേണ്ടത്. BOUGHT ആണ്, അവിടെ ആറിൻ്റെ ആവശ്യമില്ല. ദെൻ തിക്ക്, അവിടെ എന്താണ്, വൂളൻ തിക്ക് എന്നല്ല, തിക്ക് വൂളൻ എന്നാണ് വരേണ്ടത്. കറക്റ്റ് വേർഡ് കറക്ഷൻ എന്ന് പറയുന്നത് തിക്ക് വൂളൻ എന്നുള്ളതാണ്. ടിബറ്റൻ പുളോവർ ഫോർ മണീസ് ഫാദർ, അവിടെ പുളോവർ എന്നുള്ളതിന് 2 L വരണം. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. Sixth one, Money in the story, a long walk with Granny, was deeply excited about his visit to Mussoorie with his grandma. Imagine that after reaching his village, he shares the experiences with his friend, prepare the possible conversation between them. ഇവിടെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ആ സ്റ്റോറിയിൽ മണി വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ. എന്തിന്, മണി വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ആ മസൂറിയിലേക്ക് ഗ്രാൻഡ്മയുമായിട്ട് പോകുന്ന ആ ട്രിപ്പിന് അല്ലേ. അപ്പോൾ അവർ ആ ഒരു വില്ലേജിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം മണിയും അതുപോലെ തന്നെ മണിയുടെ ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മൾ നേരത്തെ നോക്കിയ കോൺവെർസേഷൻ മണിയും ഫാദറും തമ്മിലുള്ളതായിരുന്നു. ഇത് മണിയും ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഫ്രണ്ട്, മണി, വേർ ഡിഡ് യു ഗോ? ഐ ഹാവൻറ്റ് സീ യു ഫോർ 3 days. നീ എവിടേക്കാണ് പോയത്? 3 ദിവസമായിട്ട് നിന്നെ കണ്ടിട്ടില്ലല്ലോ. മണി, ഐ വെൻറ്റ് ടു മസൂരി വിത്ത് മൈ ഗ്രാൻഡ്മ. ഞാൻ മസൂരിയിലേക്ക് ഗ്രാൻഡ്മയുമായിട്ട് പോയതാണ്. ഫ്രണ്ട്, വൈ മസൂരി? എന്തിനാണ് മസൂരി പോയത്? മണി, വി വെൻ ടു ദ ഐ ഹോസ്പിറ്റൽ ദർ. ഗ്രാൻഡ്മ നീഡഡ് ന്യൂ ഗ്ലാസസ്. ഞങ്ങൾ ഐ ഹോസ്പിറ്റലിൽ പോയതാണ്, ഗ്രാൻഡ്മക്ക് പുതിയ ഗ്ലാസ്സൊക്കെ വേണമായിരുന്നു. ഫ്രണ്ട്, ദാറ്റ്സ് നൈസ്. അത് നല്ല കാര്യമാണല്ലോ. ഹൗ വാസ് യുവർ ജേണി? എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ യാത്ര? മണി, ഇറ്റ് വാസ് അമേസിങ്. അത് നല്ല അടിപൊളിയായിരുന്നു. വി വെൻ ബൈ ബസ് ബട്ട് എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക്ഡ് ദ റോഡ്, സോ വി വാക്ക് ദ റെസ്റ്റ് ഓഫ് ദ വേ. എന്താണ്, ഞങ്ങൾ ബസ്സിലായിരുന്നു പോയത്, പക്ഷെ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ അതൊക്കെ ബ്ലോക്കായി. പിന്നെ ഞങ്ങൾ നടന്നാണ് പോയത്. ഫ്രണ്ട്, വാവ്, വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ? ഡോക്ടർ എന്താ പറഞ്ഞത്? മണി, ഹി ടോൾഡ് ഹെർ ചേഞ്ച് ടു ഹെർ ഗ്ലാസസ്. ഡോക്ടർ പറഞ്ഞത് അവരോട് ഗ്ലാസ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഫ്രണ്ട്, ഡിഡ് ഇറ്റ് വർക്ക്? അത് ശരിയാണോ? അങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റ് ആയോ എന്നാണ് ചോദിക്കുന്നത്. മണി, യെസ്, ഷീ വാസ് ഓവർജോയ്ഡ് ടു സീ മീ പ്രോപ്പർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്. അവരത് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എന്നെ ഒന്ന് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മണിയും ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ. ചിലപ്പോൾ കോൺവെർസേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ലെറ്റർ എഴുതാനും വേണ്ടി പറയാൻ സാധ്യതയുണ്ട്. 7th question,
മണി വാസ് ത്രില്ലിംഗ് വിസിറ്റിംഗ് മസൂരി. നെറേറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ മണിക്ക് മസൂരിയിലേക്ക് പോകാൻ വളരെയധികം ത്രില്ലായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. മണി വാസ് അബ്സല്യൂട്ട്ലി അബൌട്ട് ത്രില്ലിംഗ് ഹിസ് ട്രിപ്പ് ടു മസൂരി വിത്ത് ഹിസ് ഗ്രാനി. അപ്പോൾ മണിക്ക് മസൂരിയിലേക്ക് പോകാൻ, ഗ്രാനിയുമായിട്ട് മസൂരിയിലേക്ക് പോകാൻ വളരെയധികം ത്രില്ലുണ്ടായിരുന്നു. ഹി വാസ് സ്പെൽ ബൗണ്ട് ബൈ ദ ബ്യൂട്ടി അറൗണ്ട് ഹിം. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള അഥവാ അവരുടെ ചുറ്റുമുള്ളതെല്ലാം വളരെ എൻജോയ് ചെയ്തിട്ട് ആ ബ്യൂട്ടിയൊക്കെ വളരെ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. എവറി മോർണിംഗ് ഹി ഹാഡ് ഗ്രാനി വുഡ് ടേക്ക് ലോങ് വാക്സ് ത്രൂ നാരോ പാത്ത് ലൈൻസ് ആൻഡ് വൈൽഡ് ഫ്ലവേഴ്സ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഗ്രാനി ആ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ, പൂക്കളൊക്കെ ഉള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഫോർ മണി മസൂരി വാസ് നോട്ട് ജസ്റ്റ് എ ഹോളിഡേ. മണിക്ക് മസൂരി എന്ന് പറയുന്നത് ഒരു ഹോളിഡേ പോലെ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ജേർണി ഓഫ് ഡിസ്കവറി, വണ്ടർ ആൻഡ് ലവ്. ഒരുപാട് ഡിസ്കവറി, ഒരുപാട് നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു സ്ഥലവും അതുപോലെ തന്നെ ഒരു അത്ഭുതവും സ്നേഹവും ഒക്കെ ആയിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, കലാം എൻജോയ്ഡ് ദ വർക്ക് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. കലാം എന്താണ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷനിൽ വളരെയധികം എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹി റൈറ്റ്സ് ഡൗൺ ഹിസ് ഡയറി അബൌട്ട് ദ എക്സ്പീരിയൻസ് ആസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ, ആ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിൽ എന്തൊക്കെയായിരുന്നു അവൻ്റെ എക്സ്പീരിയൻസ്, കലാമിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ചോദിക്കുന്നത്. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ആ ഡയറിയാണ് നമ്മളുടെ അടുത്ത് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണം? ഡേ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും നമ്മൾ ഡയറിയിൽ എന്തായാലും ഉണ്ടാവേണ്ട സംഭവമാണ്. ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ടേക്കിംഗ് മൈ ബാത്ത്. രാവിലെ ഞാൻ കുളിച്ചതിന് ശേഷം ഐ വെൻ ടു മൈ ടീച്ചേഴ്സ് ഹോം. ഞാൻ എൻ്റെ ടീച്ചറുടെ വീട്ടിലേക്ക് പോകും. വേർ ഐ സ്പെൻഡ് ആൻ അവർ സ്റ്റഡിയിങ് ബിഫോർ റിട്ടേണിംഗ് ഹോം അറൗണ്ട് 5 AM. അവിടെ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം ഞാൻ ഒരു 5 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തും. ദെൻ മൈ ഫാദർ ടുക്ക് മീ ടു ദ നിയർ ബൈ അറബിക് സ്കൂൾ ബാക്ക് ഫ്രം ദർ. അപ്പോൾ അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷം വീടിനടുത്തുള്ള ഒരു അറബിക് സ്കൂളിലേക്ക് അച്ഛൻ എന്നെ കൊണ്ടുപോകും. ഐ റെസ്റ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു ക്യാച്ച് ദ ഫ്ലൈയിങ് ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പർ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ് ആ ഒരു പറക്കുന്ന ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. ഐ ക്വിക്ലി divided them into batches according to the neighborhood and delivered them around രാമേശ്വരം ടൗൺ. അതിനുശേഷം എന്ത് ചെയ്യും? ഞാനത് ഓരോ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബാച്ചായിട്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ വേഗം രാമേശ്വരത്തെല്ലാം അത് ഡെലിവർ ചെയ്യും. ഐ സോ മെനി പീപ്പിൾ വെയിറ്റിംഗ് ഫോർ മീ വിത്ത് ഫ്രണ്ട്ലി ഫേസസ്. അപ്പം ഞാൻ അവിടെ എന്താണ് ഒരുപാട് ആളുകളെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസോട് കൂടിയിട്ട് എന്നെ കാത്തു നിൽക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഡിസ്പൈറ്റ് ദ ഡയറിംഗ് ജോബ് ഐ ഫൗണ്ട് ഗ്രേറ്റ് ജോയ് ഇൻ കോൺട്രിബ്യൂട്ടിംഗ് ഇൻകം ടു ദ ഫാമിലി ആൻഡ് ലവ്ഡ് എവ്രി ബിറ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു ഓട്ടത്തിലും ഈ ജോബിൻ്റെ ഇടയിലും എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത്, എൻ്റെ വീട്ടിലെ ഒരു ഇൻകത്തിൽ എനിക്കും കൂടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് എനിക്ക് വളരെയധികം സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 9th വന്നാണ്. The residents of Rameshwaram village had a difficult time when the railway decided to do away with the stop of Rameshwaram station. അപ്പോൾ രാമേശ്വരം വില്ലേജിലെ ആളുകളൊക്കെ റെസിഡൻസൊക്കെ എന്താണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ റെയിൽവേ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് രാമേശ്വരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കലാം ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദ ഡിവിഷണൽ മാനേജർ റിക്വസ്റ്റിംഗ് ദം ടു റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം. അപ്പോൾ കലാം തീരുമാനിക്കുകയാണ് ഡിവിഷണൽ മാനേജർക്ക് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു രാമേശ്വരം സ്റ്റോപ്പ് വീണ്ടും റീഇൻസ്റ്റേറ്റ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അപ്പോൾ ആ ഇമെയിലാണ് നമ്മളുടെ അടുത്ത് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇമെയിൽ എഴുതുമ്പോൾ 2 വേണം അല്ലേ. ഫ്രം നമ്മുടെ അഡ്രസ്സ് തന്നെ കൊടുക്കുക, 2 എന്ന് എഴുതുക. ഡിവിഷണൽ മാനേജർ അറ്റ് റെയിൽവേ സ്റ്റേഷൻ .gov.in. സബ്ജക്റ്റ് റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. രാമേശ്വരം സ്റ്റേഷനിൽ വീണ്ടും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണം. റെസ്പെക്റ്റഡ് സർ, ഐ എം APJ അബ്ദുൽ കലാം ഫ്രം രാമേശ്വരം. ഞാൻ രാമേശ്വരത്ത് നിന്നും APJ അബ്ദുൽ കലാമാണ്. റീസെൻ്റ്ലി ദ റെയിൽവേ സ്റ്റോപ്ഡ് അറ്റ് അവർ സ്റ്റേഷൻ ഹാസ് ബീൻ റിമൂവ്ഡ് causing great difficult for residents especially in receiving newspapers and goods. അപ്പോൾ റീസെൻ്റ് ആയിട്ട് റെയിൽവേ എന്ത് ചെയ്ത് നമ്മുടെ രാമേശ്വരത്തുള്ള ആ സ്റ്റേഷൻ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് ഇവിടെയുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ സാധനങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഐ റിക്വസ്റ്റഡ് യു ടു കൈൻഡ്ലി റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് ടു ഹെൽപ്പ് അവർ കമ്മ്യൂണിറ്റി. ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണമെന്നും. യുവർ സിൻസിയർലി APJ അബ്ദുൽ കലാം എന്ന് ആത്മാർത്ഥതയോടെ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമെയിൽ എഴുതാൻ വരാം, അല്ലെങ്കിൽ ലെറ്റർ എഴുതാനും വരാം. ഓക്കെ,
നെക്സ്റ്റ് 10th വൺ ആണ്. ദ നെറേറ്റർ ഇൻ ദ സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ഫൈനലി റിയലൈസ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഹാവ് എനി serious ailments. Imagine he jots down his thoughts and feelings, his sense of relief after reaching home. Draft the possible diary entry. അപ്പോൾ നമുക്കറിയാം എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള പാഠഭാഗത്തിൽ നെറേറ്റ് ആദ്യം വിചാരിച്ചു എന്തെങ്കിലും വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അല്ലേ. പിന്നെയാണ് മനസ്സിലായത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫീലിങ്സിൽ അവരുടെ ആ ഒരു ചിന്തകളിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ ഒരു റിലീഫ് അല്ലേ, വളരെ പേടിച്ച് പിന്നെ റിലീഫ് ആവുന്ന ആ ഒരു സമയത്ത് വീട്ടിലെത്തിയതിന് ശേഷം ഡയറി എഴുതുകയാണ്. അപ്പോൾ ആ ഡയറിയാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ ഡേ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന്. ഐ വാക്ക്ഡ് ഇൻ ടു ദ ഡോക്ടേഴ്സ് ക്ലിനിക് കൺവിൻസ്ഡ് ദാറ്റ് ഐ വാസ് സഫറിങ് ഫ്രം ഓൾ സോർട്സ് ഓഫ് ഡ്രെഡ്ഫുൾ ഡിസീസസ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വളരെയധികം ഒരു വലിയ അസുഖം ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എവറി ഏക്ക് ആൻഡ് പെയിൻ സീംഡ് ലൈക്ക് എ സൈൻ ഓഫ് സംതിങ് സീരിയസ്. ഓരോ വേദനകളും എനിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുമായിരുന്നു. ബട്ട് ആഫ്റ്റർ പേഷ്യൻ്റ്ലി ലിസണിങ് ടു മീ ആൻഡ് എക്സാമിൻ മീ ദ ഡോക്ടർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് ദർ വാസ് നത്തിങ് സീരിയസ്ലി റോങ്. അപ്പോൾ ഡോക്ടർ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടുകൂടി കേട്ടതിന് ശേഷം എന്നെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സീരിയസ് ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു, എല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. I only needed rest and balanced diet and a calmer mind. I can't describe the wave of relief that washed for me. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വളരെ മൈൻഡൊക്കെ വളരെ കാമായിട്ടിരിക്കുക. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിലീഫ് ആവാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇറ്റ് ഫീൽസ് ആസ് ത്രൂ എ ഹെവി വെയ്റ്റ് ഹാസ് ബീൻ ലിഫ്റ്റഡ് ഫ്രം മൈ ഹാർട്ട്. ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ആ ഒരു ഹൃദയത്തിലുണ്ടായിരുന്ന വലിയ ഭാരം തന്നെ ഒഴിഞ്ഞുപോയ രീതിയിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഐ റിയലൈസ് നൗ ഹൗ ഫൂളിഷ് ഐ വാസ് ടു ടെൽ മൈ ഇമാജിനേഷൻ റൺ വൈൽഡ്. ഇപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല എൻ്റെ ആ ഒരു ഫൂളിഷ്നെസ്, എൻ്റെ ഒരു വിഡ്ഢിത്തം എത്രത്തോളമാണ് എനിക്ക് ഇതുണ്ടാക്കിയത് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാനൊന്നും പറ്റുന്നില്ല. ഫ്രം ടുഡേ ഐ വിൽ ഫോക്കസ് ഓൺ ഹെൽത്തി ഹാബിറ്റ്സ്. ഇന്ന് മുതൽ ഞാൻ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യും. കീപ് മൈ സെൽഫ് ചെയർഫുൾ ആൻഡ് സ്റ്റോപ്പ് വെറിയിങ് അൺനെസസറിലി. ഞാൻ എന്നിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കുകയും ചെയ്യില്ല. ലൈഫ് ഈസ് ടു പ്രിഷ്യസ് ടു വേസ്റ്റ് ഓൺ ഫിയർ ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ മൈൻഡ്. അപ്പോൾ നമ്മളുടെ സമയം എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമ്മളെ മൈൻഡ് എപ്പോഴും വളരെ നന്നായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ പഠിക്കുക. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.